നടി ശാലിനി അഭിനയ ജീവിതം അവസാനിപ്പിച്ചിട്ട് 22 വർഷങ്ങൾ പിന്നിടുന്നു. നിറത്തിൻ്റെ റീമേക്കായ പ്രിയത വരാം എന്ന ചിത്രത്തിൽ പ്രശാന്തിനൊപ്പമായിരുന്നു നടി ഒടുവിലായി അഭിനയിച്ചത്. കമൽ സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ പിന്നാമ്പുറത്ത് നടന്ന അധികം ആരും അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് കമൽ തന്നെ തുറന്നു പറയുകയാണ്. വിവാഹശേഷം ശാലിനിയെ അഭിനയിപ്പിക്കാൻ അജിത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അക്കാര്യം കമലിനോട് അജിത്ത് പറയുകയും ചെയ്തു. പ്രിയത വരാം എന്ന ചിത്രത്തിനിടെ നടന്ന കാര്യങ്ങൾ സംവിധായകൻ കമൽ ഓർക്കുകയാണ്. അജിത്ത് എന്നോട് നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. കല്യാണത്തിന് ശേഷം ശാലിനിയെ അഭിനയിക്കാൻ വിടില്ല. അതിന് വ്യക്തിപരമായിട്ട് പുള്ളിക്കൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒന്നും തോന്നരുത്. അതിനു മുൻപ് നിങ്ങൾ ഷൂട്ട് തീർക്കണം. പക്ഷേ ഞങ്ങളുടെ ആ പടത്തിലെ തമിഴ് ഹീറോ പ്രശാന്ത്, അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആയിരിക്കും, പ്രൊഫഷണൽ വൈര്യമായിരിക്കാം. ഡേറ്റ് തരാതെ നമ്മളെ ഇട്ട് മനഃപൂർവ്വം പ്രശ്നമാക്കി. ശാലിനിയെ കല്യാണത്തിന് ശേഷം അഭിനയിപ്പിക്കണമെന്ന വാശി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന മാതിരി എനിക്ക് തോന്നിയിരുന്നു, കമൽ പറഞ്ഞു. ശാലിനി അഭിനയിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന നടിമാരിൽ ഒരാളായിരുന്നു. 50 ലക്ഷം വരെ ശാലിനിക്ക് തമിഴ് സിനിമയിൽ നിന്ന് പ്രതിഫലമായി ലഭിച്ചിരുന്നു. അതേസമയം ഇന്ന് ആസ്തിയുടെ കാര്യത്തിൽ പല മുൻ നടിമാരേക്കാൾ മുന്നിലാണ് ശാലിനി. 50 കോടി രൂപയാണ് ശാലിനിയുടെ ഇന്നത്തെ ആസ്തി. ഇന്നത്തെ പല നടിമാർക്കും ഇത്രയും ആസ്തിയില്ല. ശാലിനിയുടെ ഭർത്താവും നടനുമായ അജിത്തിന് 200 കോടിയോളം രൂപയുടെ ആസ്തിയുണ്ട്.